ഈ കൂട്ടുകാരെ അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാനുള്ള കുക്കറിലുള്ളൊരു നെയ്ച്ചോറാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടാ. അപ്പൊ അതിന് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോ പാകത്തിന് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴെ കൊടുക്കണ്ടേ, അതെല്ലാവരും കാണാൻ മറക്കരുത് കേട്ടാ. പിന്നെ അതിലേക്ക് സവോള ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതെല്ലാതും ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അത് നമുക്ക് കോരി വെക്കാം. ഇതിലേക്ക് ഞാൻ ബർക്കത്ത് അരിയാണ് എടുക്കുന്നത്. നെയ്ച്ചോറിൻ്റെ ഏതരിയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം അത് കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കണം. അതിൻ്റെ ശേഷം ഇനി 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം വീതമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കുക. പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യണേ. ഇനി ആ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ അതിലേക്ക് നമുക്ക് അരി കഴുകി വാര വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു വിസിലിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കർ അടച്ചു വെക്കാം. അപ്പം തന്നെ നമ്മൾ ഒരു വിസിലടിച്ചാൽ തന്നെ നമ്മൾ നെയ്ച്ചോറ് പാകത്തിന് വെന്ത് കിട്ടും. ഇനി ഇപ്പൊ കണ്ടില്ലേ നെയ്ച്ചോറ് നല്ലതിൽ വെന്തക്കണം. അപ്പൊ ഒന്ന് ചൂടാറണങ്ങായി മുന്നേ അതിൽക്കൊരു കുറച്ചും കൂടെ സ്വല്പം കൂടെ വെളിച്ചെണ്ണ കൂടെ അതിന്റെ മുകളിൽ പറഞ്ഞു കൊടുത്താൽ നല്ല സ്വാദായിരിക്കും നെയ്ച്ചോറ് കഴിക്കാനിട്ടാ. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റും കൂടെ അതിൽ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്ന് മാത്രം. ഈ അണ്ടിപ്പരിപ്പും മുന്തിരി അതൊക്കെ കൂടെ ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അപ്പം നെയ്ച്ചോറ് റെഡിയായി. ഇനി എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ കൂടെ മട്ടൻ കടായിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയും കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.